And that's a little bit old, that chart. That chart's a couple of months old. And if you want to really see something that said, take a look at what happened. കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ തോമസ് മാത്യു ക്രൂക്സ് എന്ന 20-കാരൻ വെടിയുതിർത്തത്. ചെവിക്ക് പരിക്കേറ്റ ട്രംപിനെ സുരക്ഷാ സേന രക്ഷപ്പെടുത്തിയിരുന്നു. AR-15 എന്ന റൈഫിളാണ് അക്രമി ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഉപയോഗിച്ചത്. പ്രധാനമായും മത്സരങ്ങളിലും മൃഗങ്ങളെ വേട്ടയാടാനുമാണ് ഈ റൈഫിൾ ഉപയോഗിക്കുന്നത്. 1950കളിൽ ആർമലൈറ്റ് എന്ന കമ്പനിയാണ് ഈ റൈഫിൾ നിർമ്മിച്ചത്. കമ്പനിയുടെ പേരിൽ നിന്നാണ് റൈഫിളിന് AR എന്ന പേര് കിട്ടിയത്. 2021നും 2022നും ഇടയിൽ അമേരിക്കയിൽ നടന്ന പല വെടിവെപ്പ് ആക്രമണങ്ങളിലും ഈ റൈഫിൾ ഉപയോഗിച്ചിരുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ടെക്സാസിലെ എലിമെന്ററി സ്കൂളിൽ നടന്ന കൂട്ടവെടിവെപ്പ്. 2022 മെയ് മാസത്തിൽ അമേരിക്കയിലെ റോപ്പ് എലിമെന്ററി സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ 19 കുട്ടികളും 2 അധ്യാപകരുമാണ് കൊല്ലപ്പെട്ടത്. 18-കാരനായ സാൽവദോർ റമോസാണ് വെടിവെപ്പ് നടത്തിയത്. 18 വയസ്സ് പൂർത്തിയായി ദിവസങ്ങൾക്കുള്ളിൽ ഇയാൾ 2 AR-15 റൈഫിൾ സ്വന്തമാക്കുകയായിരുന്നു. 2012ലാണ് 12 പേർ കൊല്ലപ്പെട്ട കൊളറാഡോ തിയേറ്റർ വെടിവെപ്പ് നടന്നത്. ക്രിസ്റ്റഫർ നോളന്റെ ദി ഡാർക്ക് നൈറ്റ് റൈസസ് എന്ന ചിത്രം പ്രദർശിപ്പിച്ച തിയേറ്ററിലാണ് അർദ്ധരാത്രിയോടെ വെടിവെപ്പ് നടന്നത്. വെടിവെപ്പ് നടത്തിയ ജെയിംസ് ഹോംസ് എന്ന പ്രതി 4 തോക്കുകളാണ് കയ്യിൽ കരുതിയത്. ശേഷം ഷോ കണ്ടിരിക്കവേ ആളുകൾക്ക് നേരെ ഇയാൾ വെടിയുതിർക്കുകയായിരുന്നു. ജാക്സൺ വില്ല വെടിവെപ്പ്. കഴിഞ്ഞ വർഷമാണ് ഫ്ലോറിഡയിലെ ജാക്സൺ വില്ലയിലെ സ്റ്റോറിൽ വെച്ച് 3 കറുത്ത വംശജരെ 21-കാരൻ വെടിവെച്ചു കൊന്നത്. റയാൻ ക്രിസ്റ്റഫർ പാൽമീറ്ററാണ് വെടിവെപ്പ് നടത്തിയത്. ശേഷം ഇയാളും സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. AR-15 റൈഫിളും ഒരു ഹാൻഡ് ഗണ്ണുമാണ് ഇയാളുടെ കൈവശമുണ്ടായിരുന്നത്. AR-15 അത്രയ്ക്ക് അപകടകാരിയാണോ? നോക്കാം. അമേരിക്കൻ സൈനികരുടെ സ്റ്റാൻഡേർഡ് സർവീസ് റൈഫിൾ ആണ് M16. അത് അസോൾട്ട് റൈഫിൾ എന്ന വിഭാഗത്തിൽ വരും. ഫുള്ളി ഓട്ടോമാറ്റിക് ആയതിനാൽ തോക്കിന്റെ കാഞ്ചി വലിച്ചാൽ കാട്രിഡ്ജിലെ മുഴുവൻ വെടിയുണ്ടയും തീരുന്നതുവരെ വെടിയുതിർക്കാൻ കഴിയും. M16ന്റെ സിവിലിയൻ പതിപ്പാണ് AR-15. മാനുവൽ ഓർ സെമി ഓട്ടോമാറ്റിക് ഓപ്പറേഷനാണ് ഇതിൽ. ഓരോ തവണ കാഞ്ചി വലിക്കുമ്പോഴും ഓരോ ബുള്ളറ്റ് പുറത്തേക്ക് പായുന്നതാണ് മാനുവൽ ഓപ്പറേഷൻ. തോക്കിന്റെ കാഞ്ചിയിൽ നിന്ന് കൈമാറ്റുമ്പോൾ വരെ വെടിയുണ്ടകൾ പായുന്നതാണ് സെമി ഓട്ടോമാറ്റിക് പതിപ്പ്. അമേരിക്കയിൽ സ്വയരക്ഷയ്ക്കായി തോക്കുകൾ വാങ്ങാൻ അനുമതിയുണ്ട്. അതിൻ പ്രകാരമാണ് മാനുവൽ അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് പതിപ്പ് സിവിലിയന്മാർക്കായി അവതരിപ്പിച്ചത്. എന്നാൽ ബം സ്റ്റോക്ക് എന്ന ചെറിയ ഘടകം തോക്കിന്റെ കാഞ്ചിക്ക് പിൻഭാഗത്തായി ഘടിപ്പിക്കുന്നതോടെ പ്രവർത്തനം ഫുള്ളി ഓട്ടോമാറ്റിക് സമാനമാകും. വെടിയുണ്ട പായുമ്പോഴുള്ള റീകോയിൽ അഥവാ പിന്നിലേക്കുള്ള ശക്തിയിൽ കാഞ്ചി നേരെ വിരലിലേക്ക് വേഗമെത്തും. ഇത്തരത്തിൽ സെക്കൻഡിൽ പായുന്ന വെടിയുണ്ടകളുടെ എണ്ണം ഓട്ടോമാറ്റിക് റൈഫിളിന് സമാനമാകും. അമേരിക്കയിലെ സ്കൂളുകളിലും കോളേജുകളിലും ക്ലബ്ബുകളിലും നടത്തുന്ന വെടിവെപ്പിൽ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് AR-15 ആണ്. ഫലത്തിൽ M16.